എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 101 നന്ദിയിൽ ചെൽവം വിഫല സമ്പത്ത് എന്നതിലെ 6-ാമത്തെ കുറിലുകൾ തൊട്ട് നോക്കാം. ഏതം പെരുഞ്ചെൽവം താൻ തൂവാൻ തക്കാർ കൊണ്ടീതൽ ഇയൽപിലാതാൻ. ഏതം പെരുഞ്ചെൽവം താൻ തൂവാൻ തക്കാർ കൊണ്ടീതൽ ഇയൽപിലാതാൻ. രോഗം ധനത്തിന് താനുണ്ണാത്തോൻ തക്കോർക്കേകുവാൻ കയ്യനങ്ങാത്തോൻ. രോഗം ധനത്തിന് താനുണ്ണാത്തോൻ തക്കോർക്കേകുവാൻ കയ്യനങ്ങാത്തോൻ. താൻ തൂവാൻ എന്ന് പറഞ്ഞാൽ അനുഭവിക്കാത്തവൻ, താൻ പോലും അനുഭവിക്കാത്തവൻ. തക്കാർക്ക് അർഹരായവർക്ക്, ഒരു വസ്തു, ഈതൽ കൊടുക്കുന്നതിന്, ഇയൽപിലാതാൻ മനോഭാവമില്ലാത്തവൻ. പെരുഞ്ചെൽവം വലുതായ സമ്പത്തിന്, ഏതം മാറാരോഗം തന്നെ. സ്വരൂപിച്ച് കിട്ടിയ ധനത്തിൽ നിന്ന് ചില്ലി പോലും സ്വന്തം ആവശ്യത്തിന് എടുക്കുകയില്ല. എപ്പോഴും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അർഹതയുള്ള അർത്ഥികൾക്ക് വല്ലതും നൽകി സന്തോഷവും പുണ്യവും അനുഭവിക്കുമോ? അതുമില്ല. ദാനമെന്ന് കേട്ടാൽ കൈ അറിയാതെ പിന്നോക്കം പോവുകയായി. അങ്ങനെയുള്ള ഒരുവൻ, അവൻ്റെ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറാരോഗം തന്നെയായിരിക്കും. ആ രോഗം കൊണ്ട് തന്നെ അവൻ്റെ സമ്പത്ത് അകാലത്തിൽ നശിക്കുകയും ചെയ്യും. ചിലർ ഒരുപാട് ധനം സ്വരൂപിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു ചില്ലി പോലും അവനവൻ്റെ ആവശ്യത്തിന് എടുക്കില്ല എന്നതോ പോകട്ടെ, ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന അർഹതയുള്ള ആൾക്കാർക്ക് പോലും ഒന്നും നൽകി അതിൻ്റെ ഒരു സന്തോഷവും പുണ്യവും നേടുകയും ചെയ്യില്ല. അങ്ങനെ ദാനം ചെയ്യുക എന്ന് കേട്ടാൽ അവർ നേരെ പിന്നോക്കം വരും. അങ്ങനെയുള്ള ആൾക്കാരെ അവൻ്റെ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മാറാരോഗം തന്നെയായിരിക്കും. ആ രോഗം കൊണ്ട് തന്നെ അവൻ്റെ സമ്പത്ത് അകാലത്തിൽ നശിക്കുകയും ചെയ്യും. ഈ പിശുക്കനായിട്ടുള്ള മനുഷ്യൻ തന്നെ ഒരു രോഗം പോലെ ആയിരിക്കും ആ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാറാരോഗം പോലെ. അവനാൽ തന്നെ ആ സമ്പത്ത് നശിക്കും. അറ്റാർ കൊണ്ടാറ്റാതാൻ ചെൽവം മികനലം പെറ്റാൾ തമിയൽ മൂത്തറ്റു. അറ്റാർ കൊണ്ടാറ്റാതാൻ ചെൽവം മികനലം പെറ്റാൾ തമിയൽ മൂത്തറ്റു. ഇല്ലാത്തോർക്കേകാധനം കന്യ കല്യാണമില്ലാതെ മുരടിക്കും പോലെ. ഇല്ലാത്തോർക്കേകാധനം കന്യ കല്യാണമില്ലാതെ മുരടിക്കും പോലെ. അറ്റാർക്ക് ദരിദ്രരായവർക്ക്, അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു വസ്തു, ആറ്റാതാൻ കൊടുക്കാത്തവൻ്റെ, ചെൽവം സമ്പത്ത്, മികനലം മികവാർന്ന ഗുണങ്ങൾ, പെറ്റാൾ തികഞ്ഞവളായ ഒരു കന്യക ആണ് ഉദ്ദേശിക്കുന്നത്, തമിയൽ കണവനില്ലാതെ ഏകാകിനിയായി തന്നെ, മൂത്ത് നരയ്ക്കുന്നത് പോലെ. അതിസുന്ദരിയും അതീവ ഗുണവതിയുമായിട്ടുള്ള കന്യകയെ യഥാകാലം കന്യാദാനം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് മൂലം, അല്ലെങ്കിൽ അവർക്ക് സാധിക്കാത്തത് മൂലം, തൻ്റേതല്ലാത്തൊരു കുറ്റം കൊണ്ട് വീട്ടിലിരുന്ന് കന്യകയായി തന്നെ വാർദ്ധക്യം പൂകേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ, ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. അർഹനായ ഒരാൾക്ക് യഥാകാലം ദാനം ചെയ്യാത്ത ലുബ്ധൻ്റെ സമ്പത്തും ആ വൃദ്ധകന്യകയെപ്പോലെ തന്നെ നിഷ്പ്രയോജനമാകുന്നു. അവിടെയും കുറ്റം ധനത്തിൻ്റേതല്ല, ആദ്യ ഭാഗത്തെ കുറ്റം കന്യകയുടേത് അല്ലാത്ത പോലെ. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, വളരെ സുന്ദരിയും ഒരുപാട് സദ്ഗുണങ്ങളുള്ളവളുമായിട്ടുള്ള ഒരു കന്യകയെ യഥാകാലം കന്യാദാനം, അതായത് വിവാഹം ചെയ്തു കൊടുക്കാൻ അവരുടെ ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ കഴിയാതെയാവും, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാകാതെ ആവാം. ഏത് കാരണവശാലാണെങ്കിലും ഈ പെൺകുട്ടിയുടേതല്ലാത്തൊരു കുറ്റം കൊണ്ട് അവൾ വീട്ടിലിരുന്ന് കന്യകയായിട്ട് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക. അതുപോലെയാണ് അർഹനായിട്ടുള്ള ഒരാൾക്ക് യഥാകാലം ദാനം ചെയ്യാത്ത പിശുക്കൻ്റെ സ്വത്തും ആ വൃദ്ധകന്യകയെപ്പോലെ നിഷ്പ്രയോജനമായി തീരാണ് ചെയ്യുന്നത്. ഇവിടെ 2 സ്ഥലത്തും കുറ്റം ധനത്തിൻ്റെയോ കന്യകയുടേതോ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധനത്തിൻ്റെ അല്ല കുറ്റം, കന്യകയുടേതോ അല്ല. കന്യകയെ യഥാസമയം വിവാഹം കഴിച്ചു കൊടുക്കാത്തവർ അവരുടെ ബന്ധുക്കളൊക്കെയാണ്. പിന്നെ ധനത്തിൻ്റെ കേസാണെങ്കിൽ അതിനെ ദാനം ചെയ്യാത്തത് കൊണ്ടാണ്, ധനത്തിൻ്റെ കുറ്റമല്ല അത്.
നച്ചപ്പെടാതവൻ ചെൽവം നടുവുരുൾ നച്ചുമരം പഴുത്തറ്റു. നച്ചപ്പെടാതവൻ ചെൽവം നടുവുരുൾ നച്ചുമരം പഴുത്തറ്റു. പ്രാപ്യനല്ലാത്തോന്റെ ധനം ഊരിൽ വിഷമരം കായ്ച്ചു പഴുത്തു നിൽക്കുമ്പോൾ. പ്രാപ്യനല്ലാത്തോന്റെ ധനം ഊരിൽ വിഷമരം കായ്ച്ചു പഴുത്തു നിൽക്കുമ്പോൾ. നച്ചപ്പെടാതവൻ എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കപ്പെടാത്തവനായ ഒരുവൻ, ചെൽവം സമ്പത്ത്, നടുവുരുൾ ഗ്രാമമധ്യത്തിൽ, നച്ചുമരം വിഷവൃക്ഷം, പഴുത്തറ്റു പഴുത്തു നിൽക്കുന്നത് പോലെയുള്ള. സഹജീവികളുടെ ദുഃഖത്തിൽ അലിയാത്ത ധനികൻ ആരെയെങ്കിലും സ്നേഹിക്കുകയോ ആരാലും സ്നേഹിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്താവശ്യമുണ്ടായാലും ആരും അയാളെ സമീപിക്കില്ല. അയാളുടെ പക്കലുള്ള അമിതമായ സമ്പത്ത് ഗ്രാമമധ്യത്തിൽ പഴുത്തുലഞ്ഞു നിൽക്കുന്ന വിഷവൃക്ഷത്തിൻ്റെ പോലെയുള്ളൂ. ആർക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ഒപ്പമുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ മൃഗങ്ങൾ ഉൾപ്പെടെ ജീവജാലങ്ങളുടെ ദുഃഖത്തിൽ മനസ്സലിയാത്ത ധനികൻ ഒരാളെ സ്നേഹിക്കുകയോ ഒരാളാലും സ്നേഹിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്താവശ്യം ഉണ്ടായാലും ഒരാളും അയാളുടെ അടുത്തേക്ക് പോവില്ല. അയാളുടെ പക്കലുള്ള ആ വലിയ സമ്പത്തിനെ ഉപമിച്ചിരിക്കുന്നത് ഗ്രാമമധ്യത്തിൽ പഴുത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വിഷവൃക്ഷം പോലെയേ ഉള്ളൂ. ആർക്കും അതിൻ്റെ ഫലം ഭക്ഷിക്കുവാനോ ഒന്നും പറ്റില്ല. അതുപോലെയാണ് ഈ പിശുക്കൻ്റെ അങ്ങനത്തെ ആളുകളുടെ കയ്യിലുള്ള സ്വത്തിൻ്റെ ഒരു അവസ്ഥ. ആർക്കും പ്രയോജനമില്ല. അൻപൊരി തറ് ചെറ്ററ നോക്കാതീട്ടിയ ഒൺപൊരുൾ കൊൾവാർ പിറർ. അൻപൊരി തറ് ചെറ്ററ നോക്കാതീട്ടിയ ഒൺപൊരുൾ കൊൾവാർ പിറർ. അൻപറ്റു ലോപിച്ച ധർമ്മം ചെയ്തുണ്ടാക്കും സമ്പത്തത് അന്യരിൽ ചേരും. അൻപറ്റ് ലോപിച്ച ധർമ്മം ചെയ്തുണ്ടാക്കും സമ്പത്ത് അത് അന്യരിൽ ചേരും. അൻപൊരി എന്ന് പറഞ്ഞാൽ യാതൊന്നും ദാനം ചെയ്യാതെ ദയാഹീനനായിട്ടുള്ളത്. തർച്ചെറ്റു താനും കഷ്ടപ്പെട്ട് അവനവന് വേണ്ടതൊന്നും അനുഭവിക്കാതെ. അറൻ അർത്ഥികൾക്ക് നൽകുക എന്ന ധർമ്മത്തെ. നോക്കാതു പാലിക്കാതെ. ഈട്ടിയ സമ്പാദിച്ചു കൂട്ടിയ. ഒൺപൊരുൾ വർദ്ധിച്ച സമ്പത്തിനെ. പിറർ പിൽക്കാലത്ത് അന്യന്മാർ, യാതൊരു ബന്ധവുമില്ലാത്ത അന്യന്മാർ. കൊൾവാർ കൊണ്ടുപോകും. താൻ പോലും ഉണ്ണാതെയും ഉടുക്കാതെയും ദയനീയാവസ്ഥയിൽ കഴിയുന്ന ബന്ധുമിത്രാദികളെ സഹായിക്കാതെയും അധർമ്മത്തിനുമേൽ അധർമ്മം ചെയ്ത് കുന്നുകുന്നായി കൂട്ടിവെക്കുന്ന സമ്പത്തെല്ലാം താനോ സന്തതി പരമ്പരകളോ ആയിരിക്കില്ല അനുഭവിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു ബന്ധവുമില്ലാത്ത അന്യന്മാരായിരിക്കും അതെല്ലാം കൊണ്ടുപോകുന്നത്. ഈ ധനികൻ, ദാനമൊന്നും ചെയ്യാത്ത ഈ ധനികൻ സ്വയമായിട്ടും ഒന്നും ഉണ്ണാതെ മുടുക്കാതെയൊക്കെ ദയനീയ അവസ്ഥയിലായിരിക്കും ജീവിക്കുക. ബന്ധുമിത്രാദികൾക്ക് ഒന്നും സഹായിക്കില്ല. അധർമ്മത്തിന് മേലെ അധർമ്മം ചെയ്ത് ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുള്ള സമ്പത്തെല്ലാം അയാൾക്കോ അയാളുടെ മക്കൾക്കോ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ബന്ധവുമില്ലാത്ത അന്യരായിട്ടുള്ള ആരെങ്കിലും അതെല്ലാം കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ചീരുടൈ ചെൽവർ ചിറുതുനി മാരി വറങ്കൂർ ധനയ്യ തുടൈത്തു. ചീരുടൈ ചെൽവർ ചിറുതുനി മാരി വറങ്കൂർ ധനയ്യ തുടൈത്തു. ഉത്തമ ധനികർക്ക് വറുതിയൊരൽപ്പനാൾ കൃഷ്ണമുകിൽ വരളുന്ന പോലെ. ഉത്തമ ധനികർക്ക് വറുതിയൊരൽപ്പനാൾ കൃഷ്ണമുകിൽ വരളുന്ന പോലെ. ചീരുടയ്യ കീർത്തിമാന്മാരായ, ചെൽവർ ധനികന്മാരുടെ, ചിറുതുനി അത് ഇടയ്ക്കുണ്ടാകുന്ന ഒരു ഇല്ലായ്മ, വല്ലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഇല്ലായ്മ, മാരി ലോകത്തെ നിലനിർത്തുന്ന മഴമേഘം, വറങ്കൂർ ധനയ്യതോ എന്ന് പറഞ്ഞാൽ വരണ്ടു പോകുന്നത് പോലെ, ഉടൈത്തു ഉള്ളതാകുന്നു. ദയാശീലരും ദാനനിരതരുമായിട്ടുള്ള ഉത്തമ ധനികന്മാർ ചിലപ്പോൾ ഇല്ലായ്മയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് വളരെ താൽക്കാലികം മാത്രമാണ്. നിരന്തരമായി വർഷിച്ചു കൊണ്ടിരിക്കുക എന്നതാണല്ലോ കാർമേഘങ്ങളുടെ സ്വഭാവം. ചിലപ്പോൾ അവയ്ക്കും വരൾച്ച സംഭവിക്കാം. അപ്പോൾ പെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. അത് വളരെ താൽക്കാലികം തന്നെ. വീണ്ടും ആർദ്രവും ജലനിബിഡവും ആകും.
വളരെ ശക്തിയായി മഴ പെയ്യുകയും ചെയ്യും. അതുപോലെയാണ് സ്വഭാവ ഗുണമാർന്ന ഉത്തമ ധനികന്മാരുടെയും അവസ്ഥ. നല്ല കാലം തിരിച്ചു വരുമ്പോൾ അവർ വീണ്ടും സുലഭമായി ദാനം ചെയ്തു തുടങ്ങും. ധർമ്മിഷ്ഠന്മാരായ അവർക്ക് വറുതി ഒരിക്കലും ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. ഈ ദയാശീലരായിട്ടുള്ള ദാനങ്ങളൊക്കെ ചെയ്യണ ഉത്തമന്മാരായിട്ടുള്ള ധനികന്മാരുണ്ട്. ഇനിയിപ്പോൾ അവരുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. അവർ ചില സമയത്ത് അവർക്കൊരു ദാരിദ്ര്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്, ഉണ്ടാവാം. അത് വളരെ താൽക്കാലികം മാത്രമാണ്. നിരന്തരമായി വർഷിക്കുക എന്നതാണ് ഈ കൃഷ്ണമേഘങ്ങളുടെ സ്വഭാവം, അതായത് മഴമേഘങ്ങളുടെ സ്വഭാവം. ചിലപ്പോൾ അവയ്ക്കും ഒരു വരൾച്ച സംഭവിക്കും. അപ്പോൾ അത് പെയ്യില്ല, മഴ പെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും. അത് തീർത്തും താൽക്കാലികം തന്നെ. വീണ്ടും ആർദ്രവും ജലനിബിഡവും ആവുക ഈ മേഘങ്ങൾ വളരെ ശക്തിയായി പേമാരി പെയ്യുകയും ചെയ്യും. അതുപോലെയാണ് സ്വഭാവ ഗുണമുള്ള ഉത്തമ ധനികന്മാരുടെ അവസ്ഥ. അവരുടെ ചീത്തകാലമൊക്കെ മാറി നല്ല കാലം തിരിച്ചു വരുമ്പോൾ അവർ വീണ്ടും അവർ സമ്പത്ത് ആർജിക്കുകയും സുലഭമായി ദാനം ചെയ്ത് തുടങ്ങുകയും ചെയ്യും. ധർമ്മിഷ്ഠന്മാരായ അവർക്ക് വറുതി ഒരിക്കലും ശാശ്വതമല്ല. അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു. നാളെ നമ്മൾ അധികാരം 102 നാണുടൈമൈ, നാണം, അതിനെക്കുറിച്ച് നോക്കാം. നന്ദി.